നിയമപഠനം എല്ലാവർക്കും അവരവരുടെ തോതനുസരിച്ച് അനിവാര്യമായ ഒന്നാണ്. ഒരു രാഷ്ട്രം രൂപപ്പെടുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശം, അവിടെ ജനങ്ങളും ഭരണകൂടവും ഭരണഘടനയും ഉണ്ടാകുമ്പോഴാണ്. ഭരണഘടന മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. ദൈവിക നിയമങ്ങൾ വേദങ്ങളിലൂടെ ദൂതന്മാരിലൂടെ മനുഷ്യരിലേക്ക് അവതരിക്കപ്പെടുകയും അതോരോ വ്യക്തികളും അവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പുനർജന്മത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയുമാണ് അത് പാലിച്ചു പോരുന്നത്. പക്ഷേ ലോകത്ത് നന്മയും അച്ചടക്കവും നിലനിർത്തുന്നതിൽ അത്തരം നിയമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ആദ്യമായൊരു നിയമവ്യവസ്ഥിതി ലോകത്തുണ്ടായത് BC 1772 282 നിയമങ്ങൾ ചേർത്ത അക്കാഡിയൻ ഭാഷയിൽ ശിലാഫലകങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ നിയമങ്ങൾ ഇന്നും പാരീസിലെ ലൂവർ പ്രദേശത്ത് മ്യൂസിയത്തിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അഥവാ 3786 വർഷങ്ങൾക്ക് മുമ്പ് ഹാമുറാബി എന്ന് പറഞ്ഞ ഭരണകർത്താവ് ഉണ്ടാക്കിയ നിയമം, കോഡ് ഓഫ് ഹാമുറാബി എന്ന പേരിൽ അറിയപ്പെടുന്ന. പിന്നീട് ലോകത്ത് പലരും നിയമങ്ങൾ ഉണ്ടാക്കി. ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും നിയമങ്ങളുണ്ട്, ലിഖിത ഭരണഘടനയും അലിഖിത നിയമങ്ങളും. ലോകത്ത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം എന്ന അഭിമാനം ഇന്ത്യക്കാരായ നമുക്കുണ്ട്. നിയമം അറിയാത്തതിന്റെ പേരിൽ നിയമം ലംഘിക്കുന്നവർ ധാരാളമുണ്ട്. നിയമം അറിയാത്തതിന്റെ പേരിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. നിയമമറിയാത്തവരെ നിയമം അറിയുന്നവർ ചൂഷണം ചെയ്യുന്ന അവസ്ഥകളുണ്ട്. സാർവത്രികമായ നിയമവിജ്ഞാനമാണ് ഇവിടെ ആവശ്യം. അതോടൊപ്പം സ്വതന്ത്രമായും സത്യസന്ധമായും നിയമം പറഞ്ഞുകൊടുക്കുകയും നിയമസഹായം നൽകുകയും ചെയ്യുന്നവർ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം നീതി വാഴും. നീതി വാഴുന്ന ഏതൊരു ഭൂമിയിലും ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ലോകം അതിന് സാക്ഷിയാണ്. നിയമപഠന രംഗത്തേക്ക് മർക്കസ് കടന്നു വരുമ്പോൾ ഇവിടെ കേരള ഗവൺമെന്റിന്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ലഭിച്ച മർക്കസ് ലോ കോളേജിന് ഇന്ത്യൻ ബാർ കൗൺസിലിന്റെ അംഗീകാരവും ലഭിച്ചു. ഈ വർഷം ഇതിന്റെ അക്കാഡമിക് ഇയർ ഇവിടെ ആരംഭിക്കുകയാണ്. 110 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന, 60 പേർക്ക് BBA LLB പഞ്ചവത്സര കോഴ്സും 50 പേർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള LLB 3 ഇയർ LLB കോഴ്സുമാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അഡ്മിഷൻ ഓൾമോസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാ. മർക്കസ് ലോ കോളേജ് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മർക്കസിന്റെ സ്വന്തമായ ഗുഡ്വിൽ, മർക്കസിന്റെ പ്രാധാന്യവും അറിഞ്ഞ വിദ്യാർത്ഥികൾ അതിലേക്ക് മാത്രമായി വന്നിട്ടുണ്ട്. തീർച്ചയായും നോളജ് സിറ്റിയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്കും മർക്കസിനു കീഴിലെ ആദ്യത്തെ പ്രൊഫഷണൽ കോളേജ് എന്ന നിലക്കും മർക്കസ് ലോ കോളേജ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ മഹനീയ കർമ്മം ഇവിടെ നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ കേരള ഹൈക്കോടതി ജഡ്ജ് ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ചരിത്ര സംഭവത്തിന് ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ മർക്കസ് ലോ കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന
ബഹുമാന്യരായ ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് അവർകളെ മർക്കസ് മാനേജ്മെന്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് മർക്കസ് പ്രസിഡന്റ് വന്നിരായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ. ബഹുമാന്യരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹനീയ സദസ്സിൽ ആശംസകൾ അർപ്പിക്കുന്നതിനും മർക്കസിനോടൊപ്പം എന്നും സഹകാരികളായി വർത്തിക്കുന്ന രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ, കോഴിക്കോട് ബഹുമാന്യരായ കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലക്ഷദ്വീപിലെ MP ശ്രീ PP മുഹമ്മദ് ഫൈസൽ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുന്നമംഗലം MLA ജനാബ് ശ്രീ PTA റഹീം, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ അഡ്വക്കേറ്റ് വീരാൻകുട്ടി, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TH അബ്ദുൽ അസീസ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റ് ബാർ അസോസിയേഷൻ കാലിക്കറ്റ് അഡ്വക്കേറ്റ് അശോക് കുമാർ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ അശോകൻ MP പ്രസിഡന്റ് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത്, അദ്ദേഹത്തെ ഈ മഹനീയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കസ് മാനേജിംഗ് കമ്മിറ്റി ഉപാധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖീഹ് തങ്ങൾ, മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മർക്കസ് ജനറൽ സെക്രട്ടറിയും ഈ വേദിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സിംഗ് ചെയ്യുന്ന ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി, മർക്കസ് ശരിയ കോളേജ് മുദർരിസ് ജനാബ് KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മർക്കസ് എക്സിക്യൂട്ടീവ് മെമ്പർ ജനാബ് SSA ഖാദർ ഹാജി ബാംഗ്ലൂർ, മർക്കസ് തമിഴ്നാട് representative Janab Haji Mansoor, Chennai, Marcus Knowledge City CEO Dr. PMA Salam, Marcus Law College Principal Professor PS Govi, ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ മഹനീയ വ്യക്തികളെയും കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന മറ്റ് മുഴുവൻ അഭ്യുദയകാംക്ഷികളെയും, ഈ സദസ്സിലും വേദിയിലും നിറഞ്ഞു നിൽക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ, വിവിധ കോർട്ടുകളിലെയും ബാർ കൗൺസിലിലെയും അംഗങ്ങൾ, അധ്യാപകന്മാർ, ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. മർക്കസ് പ്രോഗ്രാമുകൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടി എന്നും നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന, സഹകരിക്കുന്ന കോഴിക്കോട്ടെയും കുന്നമംഗലത്തെയും മീഡിയ പ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Thank you, sir. Thank you very much, Steve. It's my honor to call upon the custodian, visionary, the Chancellor and General Secretary of Jamia Markaz al-Saqafat al-Sunniyah, Ustad
Kandapuram AP Abubakar Musliar to deliver the presidential address. Ustad, please. لله رب العالمين والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين أما بعد. ആയിരത്തി 1978 മുതൽ മത ഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തി കഴിഞ്ഞ 37 വർഷത്തിനിടയിൽ 75,000-ഓളം വിദ്യാർത്ഥിനികളെ വിവിധ കോഴ്സുകൾ പഠിപ്പിച്ച് പുറത്തിറക്കിയ സ്ഥാപനമാണ് മർക്കസ്. ഇന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ കാശ്മീർ തൊട്ട് ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും നേരിട്ടും അല്ലാതെയും സ്ഥാപനങ്ങൾ നടത്തുന്ന അതിമഹത്തായ ഈ മർക്കസ് ഇന്ന് ലോ കോളേജ് സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇസ്ലാമിന്റെ തൗഹീദ് സ്ഥിരപ്പെടുത്തുന്ന ഖുർആൻ വാക്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയും, നബി വചനങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയും എല്ലാം ലോ നിയമം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അറബിയിൽ വസാറത്തുൽ അദിൽ, നീതി ന്യായ മിനിസ്ട്രി എന്ന പേരിൽ എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും പ്രത്യേകം ഒരു മിനിസ്ട്രി തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ ലോ പ്രത്യേക വകുപ്പായി മിനിസ്റ്റർ ഉണ്ട്. കേരളത്തിൽ മറ്റ് വകുപ്പുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ലോ കാര്യങ്ങൾ നിർവഹിക്കുന്ന മന്ത്രിയും ഉണ്ട്. അങ്ങനെ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ്, അതിൽ സംശയം ഇല്ല. ഇന്ത്യ രാജ്യത്ത് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ നമ്മുടെ കയ്യിൽ ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന എവിടെയും എടുത്തു പറയപ്പെടാവുന്നതാണ്. യൂറോപ്യൻ കൺട്രികളിലും അറബ് രാഷ്ട്രങ്ങളിലും ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള പത്രക്കാരെയും മറ്റ് മീഡിയ പ്രവർത്തകരെയുമെല്ലാം അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് 100 ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാനുണ്ടാകും. കാശ്മീരിനെ സംബന്ധിച്ചും മറ്റ് പല സ്റ്റേറ്റുകളെ സംബന്ധിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ സൗഹൃദത്തെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ
ഞങ്ങൾക്കെടുത്തു പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഖണ്ഡികയിൽ ഇവിടെ പ്രത്യേകമായി ജാതി മതഭേദമന്യേ ഭാഷദേശ ഭേദമന്യേ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതും ഓരോ വ്യക്തികളുടെയും ആശയം മറ്റൊരാളെ ഇക്കിളിപ്പെടുത്താത്ത വിധത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അവരോട് നേരെ നിന്നുകൊണ്ട് മറുപടി പറയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ നന്നാക്കിയെടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുക, വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് നീതിന്യായ വകുപ്പ് ശക്തിപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു പൊഴുതാലും ഇവിടെ നീതിയും ന്യായവും നിലനിൽക്കട്ടെ എന്ന ആ പഴയ ആപ്തവാക്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കസ് അതിന്റെ പ്രയാണം മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി മാത്രം ഇവിടെ പ്രവർത്തിക്കും, യാതൊരു സംശയവും ഇല്ല. അതിന്റെ ലക്ഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ച് വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ ലോ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു, അതിന് എല്ലാം ലഭിച്ചു. നല്ല യോഗ്യനായ ഒരു പ്രിൻസിപ്പൽ വേണമെന്ന് ആലോചിച്ച് നമുക്ക് നല്ല ഒരു പ്രിൻസിപ്പാളിനെ കിട്ടി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ ആരെയാണ് ക്ഷണിക്കേണ്ടത്, ആരെയാണ് വരുത്തേണ്ടത്, അത് നിങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഏൽപ്പിച്ചു. അദ്ദേഹം ക്ഷണിച്ചു. ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, കേരള ഹൈക്കോടതി, അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഇവിടെ വന്നു. ഞങ്ങളുടെ എങ്ങേയറ്റത്തെ കൃതജ്ഞതയും സ്നേഹവും അദ്ദേഹത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആദരവും പൂച്ചെണ്ടുകളുമെല്ലാം അദ്ദേഹത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, അഥവാ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ക്ഷണിച്ച ക്ഷണം സ്വീകരിച്ച്, ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റ് ചിന്താഗതികളോ ഒന്നുമില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ, ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളിൽ ഒരു വലിയ ശതമാനം ഗവൺമെന്റ് തരുന്ന വിദ്യാർത്ഥികളല്ലേ ഞങ്ങൾ എടുക്കുന്നത്. ബാക്കിയുള്ള വിദ്യാർത്ഥികളെയും ഞങ്ങൾ സൗജന്യമായി പഠിപ്പിക്കുകയല്ലേ. അതിൽ ആർക്കും കടന്നു വരാം. ചിലപ്പോഴൊക്കെ കടന്നു വരുന്നത് അതിനെ കുത്താൻ ശ്രമിക്കുന്നവരുമുണ്ടാകാം. ഏതായിരുന്നാലും ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ നേരെ മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഈ പരിപാടി ഏറ്റെടുത്ത് ഉദ്ഘാടന ചടങ്ങിനെത്തിയ മഹാനവറുകൾക്ക് എന്റെ സ്വന്തം നിലയിലും എന്റെ സ്ഥാപനത്തിന്റെ നിലയിലും ഇവിടെ കൂടിയ ജനങ്ങളുടെ നിലയിലും ഒരിക്കൽ കൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. Your words will lead us in the days to come. Friends, now we are moving to yet another segment of this program. I'd like to call upon Honorable Dr. P.M.A. Salam,
the Chief Executive Officer, Marcus Knowledge City, to introduce the project and our chief guest of the day. Sir, please. Assalamu alaikum. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa ashabihi ajma'in. എൻ്റെ കർത്തവ്യം ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും ടെക്നിക്കലി ഓറിയന്റഡും സബ്ജക്റ്റ് ഓറിയന്റഡുമായതുകൊണ്ട് സദസ്സിന്റെ അനുവാദത്തോടുകൂടി എൻ്റെ ഈ ചെറുപ്രസംഗം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഞാൻ ഇംഗ്ലീഷിൽ ആക്കുകയാണ്. ക്ഷമിക്കണം, മലയാളത്തിലാക്കിയാൽ അതിന് ഭംഗിയുണ്ടാകില്ല ആ വാക്കുകളുടെ കട്ടി കൊണ്ട്. അതുകൊണ്ട് ഞാൻ, with your permission, I am going to deliver my small speech in English. Honorable Chief Guest, leaders of the Marcus, eminent personalities in the podium and the assembly. Today, we are here to witness the auspicious occasion in the history of Marcus' contributions in the field of education, especially to the economically weaker sections of the society. Today, Marcus hosts 25,000 students under one umbrella. Majority of them are orphans and destitutes. Marcus Law College, which is getting inaugurated by the chief guest today, is a first step in the wider education plan for higher studies of Marcus Sakafat Sunniya, which is branded as the Marcus Knowledge City. We are starting two streams of law education. One, 5-year integrated course, a twin degree that provides Bachelor of Administration and Bachelor of Law, and 3 years LLB course. These are the two streams which we are going to start in this month itself. The Law College, as Sheikh Abu Bakr said, is headed by pioneer in the law education, Professor P.S. Gopi, who was principal for government colleges in Kerala. Sir, we are honored to head this institution. Going back to Marcus Knowledge City, it is an ambitious project declared by Sheikh Abu Bakr and was inaugurated by our Honorable Chief Minister of Kerala, His Excellency Oommen Chandy. And it is considered as the one of its kind and a unique integrated knowledge hub for higher education in the field of science, technology, finance, management, culture, civilization, and law. Marcus Knowledge City will have international standard facility for fine living and healthcare. This will be headed by our famous heart cardiac surgeon. He will be our chairman and the MD of the Marcus Heart Foundation. It will be having science and technology park, hosting facilities for innovations in science and technology. City is estimated to generate 10,000 jobs in various disciplines. Marcus Knowledge City will have International Convention Center, shopping mall and star hotel, mainly targeted to host international exhibitions and the conferences. We have already joined hands with notable universities in the world like Stanford and subject matter experts from various disciplines. Notable among them are Dr. Nazir Ahmed, former scientist of American Space Agency, NASA. Dr. Nazir was the chief architect of lunar vehicles and space observatories called Hubble Telescope. He is our chief academic advisor. Our finance and strategic advisor is Mr. S.S. Kadir, who is at the podium, belongs to Bangalore and is coming from rich experience in the new economic system and expertise in the field of business and strategies. By this, I conclude half of my duty entrusted to me in this auspicious function. My primary duty is to introduce our chief guest, Honorable Justice Babu Matthew P. Joseph. Before going to that, I would say a few words like justice delivery system will be an effective tool of social engineering, with persons sitting on the helm are committed to social upliftment of the citizens. In these directions,
our judges, particularly the luminaries sitting in the High Court of Kerala, are performing well given the observations, directions and orders of the High Court are taken into account. The observation of High Court, particularly in the matter of Abkari policy, education policy, etc., are indication to the above points. Your Honor, Justice Babu P. Matthew P. Joseph, judgments are also considered to be effective directions and guidelines to the aspect of social engineering through the effective governmental medium. During the last 3 years at the High Court of Kerala, either as a single bench or as a part of division bench, several orders are issued finding solutions of individual and social problems relating to land, pensionary benefits, bail matters, relating to local self-government, etc., which affects the citizens in large. It is pertinent to note that decisions in one case become the model for many such similar cases in Kerala, and he has set a trend in the field of judiciary. Honorable Justice Babu Matthew is from island of Bolgati, where one of the international convention center by the industrialist and businessman Yusuf Ali is coming up, and that is in Ernakulam. A very interesting thing I got in the internet. In Manorama, there was a news. Manorama news vannu സാറ് ഇടവനക്കാടുകാരനാണെന്നുള്ളത്. ഉടൻ തന്നെ ബ്ലോഗിലൊക്കെ ആളുകൾ നാട്ടുകാർ പ്രതിഷേധിച്ചു, സാറ് ഇടവനക്കാടുകാരനല്ല, ബോൾഗാട്ടിക്കാരനാണ്, മുളവുകാടുകാരനാണ്. അത്രയും അധികം തന്റെ നാട്ടുകാർ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അത്തരം ബ്ലോഗിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. We are honored to have your presence here, sir. He graduated in law from Government Law College, Ernakulam, and enrolled as an advocate in December 1979. As a lawyer, he was practicing in various branches of law, and he was served as a standing counsel for the Kerala State Cashew Development Corporation. He became appointed as a district and sessions judge in 1995 and served in many districts of Kerala, Kottayam, Kalpetta, Mancheri, Kozhikode, many places, and appointed as a judge of Kerala High Court on 18th January 2012. By this, I conclude my speech. Thank you very much. Thank you, sir. Many thanks indeed for your great words. Now, Marcus Law College, the first ever project of Marcus Knowledge City, is going to be inaugurated here. Today we are honored with the presence of a great champion of justice, Honor Justice of Kerala High Court, Mr. Babu Matthew P. Joseph. It's my privilege to call upon him to do the honor and to address the gathering. Sir, please. എല്ലാവരും ഇരിക്കേണ്ടതാണ്. May I request our chief guest to address the gathering. ബഹുമാന്യനായ അധ്യക്ഷൻ കാന്തപുരം ശ്രീ എ പി അബൂബക്കർ മുസ്ലിയാർ അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഇതര മഹാശയരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നോടൊരു സാമാന്യം ദീർഘമായ പ്രസംഗം ചെയ്യാനാണ് എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് പ്രൊഫസർ ഗോപി ആവശ്യപ്പെട്ടിരുന്നത്.
പക്ഷെ ഇപ്പോഴത്തെ പ്രോഗ്രാം കണ്ടപ്പോൾ ഉദ്ഘാടന പ്രസംഗം 5 മിനിറ്റ് മാത്രമാണ്. ആ 5 മിനിറ്റ് കൊണ്ട് കാര്യമാത്ര പ്രസക്തമായി എന്തെങ്കിലും അപ്പൊ അത് പെശക് പറ്റിയതാണ്. 20 മിനിറ്റ് സംസാരിക്കാന്ന് പറഞ്ഞത്. ഏതായാലും ആവശ്യത്തിന് സമയമുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി പ്രസംഗിക്കാൻ, സംസാരിക്കാൻ വിഷയം വേണം. ഞാൻ ഈ ക്യാമ്പസിൽ വന്നപ്പോൾ ഇതുപോലെ ഞാൻ വയനാട് ഒരു ഓർഫനേജൊക്കെ നടത്തുന്ന ക്യാമ്പസിൽ പോയിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയുടെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരിക്കെ അദീൻ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബുഖാരി തങ്ങൾ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന അവിടെ ഒരിക്കൽ ഞാൻ തനിച്ചും മറ്റൊരിക്കൽ ബഹുമാന്യനായ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ഒരുമിച്ചും 2 ചടങ്ങുകൾക്ക് പ്രധാനപ്പെട്ട, ഒന്ന് സർക്കാരിന്റെ തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റി നടത്തുന്ന ഒരു ചടങ്ങിനും മറ്റൊന്ന് ഒരു ചിൽഡ്രൻസ് ഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ, പോയിട്ടുണ്ട്. ഈ 3 ദിക്കിൽ പോയപ്പോൾ എന്തോ പ്രത്യേകത എനിക്ക് തോന്നി. ഈ മനോഹരമായ കെട്ടിടങ്ങൾ, സൗധങ്ങൾ കണ്ടിട്ടല്ല. അത് മലപ്പുറത്തുമുണ്ട്, അവിടെ വയനാടുമുണ്ട്. പക്ഷെ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന മനുഷ്യ ജീവിതങ്ങൾ, കുട്ടികളുടെ ജീവിതങ്ങൾ, സാമാന്യ ജനങ്ങളുടെ ജീവിതങ്ങൾ, അവർക്ക് വേണ്ടി യാതൊരു തടസ്സവും ഇല്ലാതെ വളരെ സ്നേഹപൂർവം മനുഷ്യത്വത്തോടുകൂടി ഒരുക്കിയിട്ടുള്ള ഓരോ മേഖലകളും കണ്ടപ്പോൾ വാസ്തവത്തിൽ അവ എന്നെ കോരിത്തരിപ്പിക്കുകയുണ്ടായി എന്ന് ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നിപ്പോൾ മർക്കസ് നോളജ് സിറ്റിയുടെ അനേകം സ്ഥാപനങ്ങളിൽ ഒന്നായ ഒരു പ്രൊഫഷണൽ കോളേജായ മർക്കസ് ലോ കോളേജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 110 വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ തന്നെ, 60 പേര് 5 വർഷ കോഴ്സിനും 50 പേര് 3 വത്സര കോഴ്സിനുമായി പഠനം ആരംഭിക്കാൻ പോവുകയാണ്. നിയമവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അധികം വാക്കുകളിലോ വാചകങ്ങളിലോ ഒന്നുമല്ലെങ്കിലും വളരെ ഊന്നി അധ്യക്ഷൻ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. നിയമവിദ്യാഭ്യാസത്തിന്റെ ഇന്ത്യയിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യം ലോ കോളേജുകൾ ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ധർമ്മമീമാംസയെ, ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിയമപരമായ കാര്യങ്ങൾ, പ്രധാനമായും രാജാക്കന്മാരാണല്ലോ ഭരിച്ചിരുന്നത്, നിർവഹിച്ചു പോന്നിരുന്നത്. ഈ ധർമ്മമീമാംസയിൽ പ്രാവീണ്യമുള്ള, വിജ്ഞാനമുള്ളവരെ ഉപയോഗിച്ചായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാം ഫോർമലായി എന്ന് പറയുമല്ലോ, ഒരു വിദ്യാഭ്യാസം നിയമരംഗത്ത് ഉണ്ടാവുന്നത് 1857 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി നിയമവിദ്യാഭ്യാസമുള്ളവർ രാജ്യത്ത് വേണമെന്ന് അവർക്ക് തോന്നിയതിന്റെ ഫലമായിട്ട് കൊണ്ടുകൂടിയാണ് കൽക്കത്തയിലും ബോംബെയിലും അതുപോലെ മദ്രാസിലുമൊക്കെ നിയമവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടലെടുക്കുകയുണ്ടായത്. തുടർന്ന് ഇങ്ങോട്ട് സ്വാതന്ത്ര്യം നേടി, 47 സ്വാതന്ത്ര്യം നേടി ഇന്ത്യ സ്വതന്ത്രയായ ശേഷം ഈ സ്വതന്ത്ര ഭാരതത്തിന് നിയമത്തിന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വന്നു. നാനാ മേഖലകളിൽ അത് ആവശ്യമാണ്. 1956 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിയമം നിലവിൽ വന്നു. രാജ്യത്തെ
എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളിലും കൈകടത്തുവാനും ഇടപെടുവാനുമുള്ള അധികാരമുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനെ നിലവിൽ കൊണ്ടുവന്ന നിയമം, ആ ഗ്രാന്റ്സ് UGCക്ക് നിയമവിദ്യാഭ്യാസ കാര്യത്തിലും തങ്ങളുടെ പങ്കുവഹിക്കാൻ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കൂറും 1961 സാക്ഷാൽ അഡ്വക്കേറ്റ്സ് ആക്ട് 65 അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരമുള്ള റൂൾസും നിലവിൽ വന്നു. നിയമവിദ്യാഭ്യാസ സമിതി ഉണ്ടായി, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ. സംസ്ഥാന ബാർ കൗൺസിലുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും ഒക്കെയായി ചർച്ച ചെയ്ത് ഇന്ത്യയിലെ നിയമവിദ്യാഭ്യാസം എങ്ങനെ കരിപ്പിടിപ്പിക്കണം എന്ന കാര്യത്തെ സംബന്ധിച്ച് കൂലങ്കഷമായി ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള അധികാരം ആ അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരവും റൂൾസ് പ്രകാരവും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്കും സംസ്ഥാന ബാർ കൗൺസിലുകൾക്കും ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് പല കമ്മിറ്റികളും നിയമ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിശോധിച്ച് അവസാനം നാഷണൽ ലോ സ്കൂൾസ്, വളരെ ഇന്ന് നാം വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അതിന് മാതൃകയാക്കാൻ കഴിയും വിധത്തിലുള്ള നാഷണൽ ലോ സ്കൂൾ ആദ്യം ബാംഗ്ലൂര്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, വളരെ ബുദ്ധിമുട്ടാണ് അവിടെ പ്രവേശനം ലഭിക്കാൻ. വലിയ കടമ്പകൾ കടന്നാൽ മാത്രമാണ് പ്രവേശനം ലഭിക്കുക. പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നിയമവിജ്ഞാനത്തിൽ നിയമവിശാരദന്മാരായി പുറത്തിറങ്ങുന്ന പ്രായോഗിക പരിജ്ഞാനമടക്കം കോടതിയിൽ പോയാൽ ആദ്യ ദിവസം തന്നെ കേസ് വാദിക്കാൻ കഴിയുന്ന പ്രാഗൽഭ്യമുള്ളവരായി, ഉൾക്കാഴ്ചയുള്ളവരായി, ഭാഷയുള്ളവരായി, നിയമ പണ്ഡിതന്മാരായി അവർ പുറത്തിറങ്ങുകയാണ്. എല്ലാം തികഞ്ഞവരെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് 11 അത്തരത്തിലുള്ള നാഷണൽ ലോ സ്കൂൾസ് ഉണ്ട്. അവയ്ക്കുള്ള സൗകര്യങ്ങൾ നമുക്കുള്ള സ്വപ്നത്തെക്കാൾ അതീതമാണ്. ഇന്ത്യയിലെ 1100-ൽ പരം നിയമവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ വർഷം വരെ നിലനിന്നിരുന്നത്. ആ സ്ഥാപനങ്ങളിലായി ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും പഠിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ. കേരളത്തിലാവട്ടെ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ 45,000 അഭിഭാഷകരാണുള്ളത്. അഖിലേന്ത്യാ തലത്തിൽ 2011 കണക്കെടുത്താൽ 13 ലക്ഷം അഭിഭാഷകരാണ് ഉള്ളത്. കേരളത്തിലെ 45,000 വരുന്ന അഭിഭാഷകരിൽ 1/4 ഭാഗവും വനിതകളാണെന്ന് ആത്മാഭിമാനത്തോടുകൂടി തന്നെ പറയട്ടെ. ഒരു കാലത്ത് വനിതകൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, ഇംഗ്ലണ്ടിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ മുന്നോക്കം നിൽക്കുന്ന രാജ്യമായ ഇംഗ്ലണ്ടിൽ തന്നെ ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനിതകൾ അഭിഭാഷകരാകാൻ അയോഗ്യരാണെന്ന് നിയമം മൂലം അവിടെ കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. അവര് അനുഭവിക്കുന്ന അവരുടെ പ്രത്യേക അവസ്ഥ വെച്ചിട്ട് കോടതികളിൽ പോയി പുരുഷന്മാര് ആ ജോലി നിർവഹിക്കുന്നത് പോലെ ചെയ്യാൻ വനിതകൾക്ക് കഴിയില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ അഭിഭാഷക വൃത്തിയെ തടഞ്ഞിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതെല്ലാം പൊളിച്ചെഴുതി ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ വനിതകൾക്കും ഇംഗ്ലണ്ടിലടക്കം ലോകത്തെവിടെയും അഭിഭാഷക വൃത്തിയിൽ ആ തൊഴിലെടുക്കാൻ അവകാശമുണ്ടെന്ന യാഥാർത്ഥ്യം വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നാമെല്ലാം ഒരുപക്ഷെ മറന്നുപോയി കാണും. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനിച്ചവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും. ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനിച്ചതാണ്. ഒരുപക്ഷെ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ അതിനു മുമ്പേ ജനിച്ചു കാണും, ചിലര് അതിനു മുമ്പേ ജനിച്ചു കാണും. പക്ഷേ മഹാഭൂരിപക്ഷവും സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ജനിച്ചത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന്റെ നിയമപരമായ വാഴ്ച ഈ രാജ്യത്ത് പുലരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ, ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യാനന്തരമുള്ള ഭാരതം മോശമായ രൂപത്തിൽ വളർന്നില്ലേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നാം ദുസ്വാതന്ത്ര്യമാണ് പ്രവർത്തിക്കാറ്.
എന്റെ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിച്ചിരിക്കണം. ഒരു കാര്യത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നിടത്ത് എന്റെ സ്വാതന്ത്ര്യവും അവസാനിച്ചിരിക്കണം. പരസ്പരമുള്ള ബഹുമാനവും ആദരവും പരസ്പരമുള്ള സ്വാതന്ത്ര്യവും അംഗീകരിക്കാത്തൊരു സമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയില്ല. ആ സമൂഹത്തിന് വളരാൻ കഴിയില്ല. സ്വാതന്ത്ര്യം ഉപയോഗിച്ചുള്ള വളർച്ച നേടാൻ കഴിയില്ല എന്ന് ഞാൻ പറയട്ടെ. അത്തരമുള്ള സമൂഹത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന അതിഭീകരമായ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടി അങ്ങനെയുള്ളവർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് അഭിഭാഷകനായിരുന്നു. ഇന്ത്യയില് ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ അല്പമൊക്കെ വിപ്ലവകരമായ പാരമ്പര്യത്തിൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടുവരുമ്പോൾ അങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ എന്താണ് യഥാർത്ഥ സഹനത്തിന്റെയും സത്യത്തിന്റെയും, എന്താണ് നിസ്സഹകരണത്തിന്റെയും എല്ലാ അഹിംസയുടെയും ഒക്കെ ശാസ്ത്രം മനുഷ്യപ്രവർത്തനത്തിന്റെ ഫലമായി അക്രമമില്ലാതെ അഹിംസയിലൂടെ സത്യത്തിലൂടെ എങ്ങനെ മനുഷ്യ മനസാക്ഷിയെ കീഴ്പ്പെടുത്താമെന്നും സമൂഹത്തിൽ പരിഷ്കാരങ്ങൾ മാറ്റങ്ങൾ വരുത്താമെന്നും ലോകത്തിന് കാട്ടിക്കൊടുത്ത് പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേതാക്കൾ ബാലഗംഗാധര തിലകടക്കം മഹാത്മാഗാന്ധിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. അന്ന് അദ്ദേഹം എന്നെപ്പോലെ, ഞാൻ ഹൈക്കോടതി ജഡ്ജിയായി പോയതുകൊണ്ട് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നതാണ്. ഈ കോട്ടും സൂട്ടും ഒരു ശാശ്വതമായ വസ്ത്രമാണ്, ഏറ്റവും അനുയോജ്യമായ വസ്ത്രമാണ് എന്നൊന്നും ഞാൻ ഉദ്ഘോഷിക്കുന്നില്ല, അതിനെ പ്രകീർത്തിക്കുന്നില്ല. ഇതുപോലെ മഹാത്മാഗാന്ധി ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടായിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഇവരുടെ വിളി കേട്ടിട്ട്. തിലക് ആവശ്യപ്പെട്ടു ഉടനെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കോൺഗ്രസിന്റെ നടുനായകത്വം ഏറ്റെടുക്കണമെന്ന്. അദ്ദേഹം ഏറ്റെടുക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും അങ്ങോട്ടും ഇങ്ങോട്ടും 10,000 കിലോമീറ്റർ യാത്ര ചെയ്തു. പ്രസംഗിക്കാൻ സമയക്കുറവായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തിനു വേണ്ടി? ഇന്ത്യ നാനാത്വം നിലനിൽക്കുന്ന വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങൾ, ഭൂപ്രകൃതിയിൽ വ്യത്യാസം, ഉയരത്തിൽ വ്യത്യാസം, നിറത്തിൽ വ്യത്യാസം, ഭാഷയിൽ വ്യത്യാസം, ആചാരങ്ങളിൽ വ്യത്യാസം എന്നുവേണ്ട ലോകത്തിൽ എന്തെല്ലാം വൈകൃതങ്ങളും വൈജാത്യങ്ങളും നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം പുലരുന്ന ഈ രാജ്യത്തെ വേണം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനെന്ന ബോധ്യം മഹാത്മജിക്കുണ്ടായിരുന്നു. അദ്ദേഹം ഈ യാത്രയിൽ ഇന്ത്യയെ മനസ്സിലാക്കി തന്റെ കോട്ടും സൂട്ടും അദ്ദേഹം വലിച്ചെറിഞ്ഞു. ഇന്ത്യയിലെ ഒരു ആവറേജ് പൗരനായ ഒരു കൃഷിവലന്റെ വസ്ത്രം അദ്ദേഹം സ്വീകരിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെയാണ് കോട്ടും സൂട്ടും വലിച്ചെറിഞ്ഞിട്ട് ആർദ്ധനഗ്നനായ ഫക്കീറായി നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാവ് രാഷ്ട്രപതി മാറിയതെന്ന് നാം മനസ്സിലാക്കണം. ആ പാരമ്പര്യമാണ് അഭിഭാഷക വൃത്തിക്കുള്ളത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നടുനായകത്വം വഹിച്ചവര് മോത്തിലാൽ നെഹ്റു ആവട്ടെ, ലാലാ ലജപത റായി ആവട്ടെ, മദന മോഹന മാളവിയാകട്ടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവട്ടെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആവട്ടെ, ചക്രവർത്തി രാജഗോപാലായി ആവട്ടെ, ശ്രീ രാജഗോപാലാചാരി ആയിക്കോട്ടെ, നമ്മുടെ TM വർഗീസ് ആയിക്കൊള്ളട്ടെ, എത്ര വേണമെങ്കിലും പേരുകൾ പറയാം. സർദാർ വല്ലഭ്ഭായ് പട്ടേൽ ആയിക്കൊള്ളട്ടെ, TB സപ്രു എന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന തുടങ്ങി എത്രയോ മഹാരഥന്മാരായ അഭിഭാഷകരായ ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിനെ തുടങ്ങിയുള്ള ആളുകള് ഒക്കെ നേതൃത്വം കൊടുത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അവരെല്ലാം അഭിഭാഷക വൃത്തിയിൽ അങ്ങേയറ്റത്തെ മൂല്യം ഉയർത്തിപ്പിടിച്ചവരായിരുന്നു. നിങ്ങൾക്കറിയുമോ, മോത്തിലാൽ നെഹ്റു CR ദാസിന് കത്തെഴുതി. അന്ന് അദ്ദേഹം കൽക്കത്ത ഹൈക്കോർട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രാക്ടീസുള്ള അഭിഭാഷകനാണ്. 50,000 മറ്റും
മാസം ലഭിക്കുന്ന അഭിഭാഷകൻ. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അഭിഭാഷക വൃത്തിയിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ട ആളല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുനായകത്വം വഹിക്കുന്നവരിൽ ആ ത്യാഗോജ്വലമായ പോരാട്ടത്തിൽ നിങ്ങളും വരണമെന്ന് മോത്തിലാൽ നെഹ്റു കത്തിലൂടെ നെഹ്റു മ്യൂസിയത്തിലോ മറ്റോ ഞാൻ അത് വായിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടു. ഉടനെ മറുപടി അയച്ചു. മാസം 30,000-ഓ 50,000-ഓ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 3 കോടിയേക്കാളും 5 കോടിയേക്കാളും ഒക്കെ വലുതാ. ഇത് വലിച്ചെറിഞ്ഞിട്ട് ഈ രാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടാൻ ഒരു മടിയും എനിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിഭാഷക വൃത്തി വിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുകയാണുണ്ടായത്. ഇതേ അനുഭവമാണ് ആയിരക്കണക്കിന് അഭിഭാഷകരുടേത്. ആ പാരമ്പര്യമുള്ളതാണ് അഭിഭാഷക വൃത്തി. ആദ്യത്തെ പ്രധാനമന്ത്രി അഭിഭാഷകൻ, ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭിഭാഷകൻ, ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭ്ഭായ് പട്ടേൽ അഭിഭാഷകനായിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അഭിഭാഷകനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി അഭിഭാഷകനായിരുന്നു. അത്തരത്തിൽ പാരമ്പര്യമുള്ള ഒന്നാണ് അഭിഭാഷക വൃത്തി. ആ പാരമ്പര്യമെല്ലാം അതുപോലെ തന്നെ പുലർത്തപ്പെടുന്നുണ്ടോ എന്ന് നാം എല്ലാം നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കേണ്ട കാലവും ആയിരിക്കുന്നുവെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിയമവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല ലോ കോളേജുകളുണ്ട്, സാധാരണ ലോ കോളേജുകളുണ്ട്, നിലവാരം താഴ്ന്ന ലോ കോളേജുകളുണ്ട്. നിയമം അഭ്യസിപ്പിക്കുന്ന അധ്യാപകരിൽ നല്ല അധ്യാപകരുണ്ട്, നല്ല അധ്യാപകർ അല്ലാത്തവരുമുണ്ട്. നിയമവിദ്യാഭ്യാസം റൂൾ ഓഫ് ലോ പുലരുന്ന ഭരണഘടനയുടെ എന്തെന്നാണ് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയാണ്. നിയമവാഴ്ച ഈ രാജ്യത്ത് പുലരണം, അല്ലെങ്കിൽ ഈ നിയമവാഴ്ചയാണ് ഇവിടെ പുലരുന്നതെന്നാണ് വെപ്പ്. അത്രയൊന്നും ആയിട്ടില്ല. ഇവിടെ പുലരേണ്ടത് നിയമവാഴ്ചയാണ്. ഈ രാജ്യം, അദ്ദേഹം സൂചിപ്പിച്ചു, ഈ രാജ്യം എന്താ പലരും മനസ്സിലാക്കിയിട്ടില്ല. ഭാരതം ഭാരതം എന്ന് പറയും. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും പതാക ഉയർത്തും, മഹാത്മാഗാന്ധിയുടെ പേര് പറയും, ഒരുപാട് പ്രസംഗങ്ങൾ നടക്കും. പക്ഷേ ഈ ഭാരതം എന്താ? ഈ ഭാരതം സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. പരമാധികാരമുള്ള ആളുകൾ തമ്മിൽ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ വലിയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമൂഹത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ ഒരേ തുല്യമായ പങ്ക് ലഭിക്കാനിടയുള്ള സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വ മൂല്യമുള്ള ഒരു ഭാരതത്തെയാണ് നാം കാണുന്നത്. അതാണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ. എന്താ സെക്യുലർ? ഒറ്റക്കാര്യം ലോ കോളേജ് തുടങ്ങുകയല്ലേ. ഞാൻ ഒരൊറ്റ കാര്യം അഭ്യസിപ്പിക്കുകയല്ല, പക്ഷേ ഈ സെക്യുലറിന്റെ അർത്ഥം, സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പത്രങ്ങൾ എഴുതി കാണാറുണ്ട്, ടീച്ചർമാര് പഠിപ്പിക്കാറുണ്ട്, പ്രസംഗിക്കുമ്പോൾ കേൾക്കാറുണ്ട്. എന്താ സെക്യുലർ? സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം, മതത്തിനതീതമായത്, മതത്തെക്കാൾ എന്തോ കൂടുതലായത്, മതമായി വ്യത്യാസമുള്ളത് എന്നൊക്കെ പറയാമെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടണമെങ്കിൽ മതനിരപേക്ഷം എന്ന് പറയണം. മതത്തെ ആശ്രയിക്കാത്ത പാകിസ്ഥാൻ മതത്തെ ആശ്രയിക്കുന്ന രാജ്യമാണ്. പല ഗൾഫ് രാജ്യങ്ങളും മതത്തെ ആശ്രയിച്ചുള്ള രാജ്യമാണ്. ഇന്ത്യ മതത്തെ ആശ്രയിക്കുന്ന രാജ്യമല്ല. ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും, അത് ഭൂരിപക്ഷ മതമായ ഹൈന്ദവ മതമായിക്കൊള്ളട്ടെ, ന്യൂനപക്ഷ മതങ്ങളായ ഇസ്ലാം മതമോ ക്രിസ്തീയ മതമോ സിഖോ പാഴ്സിയോ ജൈനനോ ആയിക്കൊള്ളട്ടെ, വ്യത്യസ്തമായ അവകാശങ്ങളില്ല. ഒരുപോലെ പ്രവർത്തിക്കുവാനുള്ള അവകാശം. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ ലിംഗ്വിസ്റ്റിക് ആൻഡ് എന്തെന്ന ഭാഷാപരവും മതപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ പ്രത്യേക അവകാശങ്ങൾ ഭരണഘടന പ്രദാനം ചെയ്യുന്നുണ്ട് താനും. എല്ലാവർക്കും ഇവിടെ പ്രവർത്തിക്കാൻ തുല്യമായ അവകാശം എല്ലാ മതങ്ങൾക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 ഉദ്ഘോഷിക്കുന്ന സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ വരുന്ന ഏതെല്ലാം
കേന്ദ്രം നിയന്ത്രിക്കുന്നതായിക്കോട്ടെ, സംസ്ഥാനം നിയന്ത്രിക്കുന്നതായിക്കോട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെ കീഴിലുള്ള അവ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, ഇവയെല്ലാം ഭരണഘടന പറയും പ്രകാരമാണ് പ്രവർത്തിക്കുക. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും മതത്തിന്റെ മതസംഹിത അനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, നമുക്ക് മതത്തിലും ഈശ്വരനിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മതവിശ്വാസികളോ ഈശ്വരവിശ്വാസികളോ ഇല്ല എന്ന, മതവിശ്വാസം ഇല്ലാത്തവരും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ലക്ഷക്കണക്കിനുണ്ട് എന്ന യാഥാർത്ഥ്യവും നാം കാണണം. അവർക്കും നമുക്കുള്ളതുപോലെ തന്നെ, മതവിശ്വാസികൾക്കും ഈശ്വരവിശ്വാസികൾക്കും ഉള്ളതുപോലെ തന്നെ സകല അവകാശങ്ങളും, ഭരണഘടനാദത്തമായ സകല അവകാശങ്ങളും ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് മതനിരപേക്ഷമായ അവസ്ഥ രാജ്യമാകുന്നത്. അപ്പോഴാണ് ഈ രാജ്യത്തെ പൗരന്മാരായ എല്ലാവർക്കും ഭരണഘടനാപരമായ അവകാശങ്ങളാണ്. ഭരണത്തിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ളത് ഭരണഘടനാപരമായ ചുമതലകളും ബാധ്യതകളുമാണ്, അല്ലാതെ മതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അത് മനസ്സിലാക്കി വേണം മതേതരത്വത്തെ വ്യാഖ്യാനിക്കാൻ. പിന്നീട് സെക്യുലർ ഡെമോക്രാറ്റിക്, എല്ലാവർക്കും അറിയാം ജനാധിപത്യം നമ്മൾ എന്തുമാത്രം കൈവരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കൈവരിക്കാനിരിക്കുന്നു. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 146 കോടി ജനങ്ങളുണ്ട്. ഇന്നിപ്പോ 125ഓളം കോടി ജനങ്ങളായിരിക്കുന്നു. ലോകത്തിലാകെ ഏതാണ്ട് 750ഓളം കോടി ജനങ്ങളുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്തിലാവട്ടെ 3.5 കോടിയിൽ താഴെ ജനങ്ങളുണ്ട്. നാം എല്ലാം സ്വതന്ത്ര ഭാരതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഒട്ടേറെ നേട്ടങ്ങൾ ഇനിയും കൈവരിക്കാനായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, തൊഴിൽ മേഖലയിലുണ്ട്, കിടപ്പാടത്തിന്റെ മേഖലയിലുണ്ട്, ആരോഗ്യത്തിന്റെ മേഖലയിലുണ്ട്, സംസ്കാരത്തിന്റെ മേഖലയിലുണ്ട്. നാനാ മേഖലകളിൽ നാം കൈവരിക്കേണ്ടിയിരിക്കുന്നു. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത്. ഭരണഘടനയിൽ ഈ പറഞ്ഞ സോവറിൻ സോഷ്യൽ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പറഞ്ഞിട്ട് അടുത്തു പറയുന്നു, നാം ഉണ്ടാക്കിയ ഈ ഭരണഘടന നാം നമുക്ക് തന്നെ സമ്മാനിക്കുന്നു. ഈ രാജ്യം ഇന്നതാണ്. എന്തിനു വേണ്ടി ഈ രാജ്യം? ഫോർ സെക്യൂറിംഗ് ടു ഓൾ ഇറ്റ്സ് സിറ്റിസൻസ് ജസ്റ്റിസ്, സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ലിബർട്ടി എന്താ? അന്തസ്സിലും അവസരത്തിലും സമത്വം നിലനിൽക്കണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ഇടയിൽ. ഈ 125 കോടി ജനങ്ങൾക്കും അത് അനുഭവവേദ്യമാവണം. ഈക്വാളിറ്റി, സമത്വം. രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സമത്വം പുലരണം. ഫ്രറ്റേണിറ്റി, രാജ്യത്തിന്റെ അഖണ്ഡതയും അപരിച്ഛിന്നതയും പരിപാലിച്ചുകൊണ്ട്, വ്യക്തിയുടെ അന്തസ് പരിപാലിച്ചുകൊണ്ട് ഉള്ള സാഹോദര്യം എല്ലായിടത്തും പുലരണം ഇന്ത്യയിൽ. അതാണ് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി. ലിബർട്ടി, സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? നേരത്തെ പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞ പോലെ മതപ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ ഭരണഘടനാദത്തമായ ഇതുപോലെ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം, എഴുതാനുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം എല്ലാ പൗരന്മാർക്കും ലഭിക്കണം. ഇതിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യം. ആ നേട്ടം കൈവരിക്കാൻ 47 സ്വാതന്ത്ര്യം കിട്ടി. ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പ്രയാണത്തിൽ ജനാധിപത്യ രാജ്യം നല്ലപോലെ നിലനിൽക്കണമെങ്കിൽ ശക്തമായ ജുഡീഷ്യറി ഉണ്ടാവണം. ശക്തമായ ജുഡീഷ്യറി ഉണ്ടാവണമെങ്കിലോ ശക്തമായ ബാറുണ്ടാകണം, അഭിഭാഷക വൃന്ദമുണ്ടാവണം. നല്ല അഭിഭാഷക വൃന്ദമുണ്ടാവണമെങ്കിലോ ലോ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ അത്രയ്ക്ക് മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കണം. അത്തരം മിടുക്കന്മാരെയും മിടുക്കുകളെയും കോളേജിൽ നിന്ന് പുറത്തയക്കണമെങ്കിൽ ആ പ്രവർത്തിക്കുന്ന ലോ കോളേജുകൾ ആ അന്തസ്സുള്ളതായിരിക്കണം, ആ ഔന്നത്യമുള്ളവരായിരിക്കണം. അവിടെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പലായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ,
വളരെ വിജ്ഞാനികളും തന്റേടികളും രാജ്യത്തിന്റെ ഉയർച്ചയും ശ്രേയസ്സും ഭരണഘടന ഉറക്കെ ഉയർത്തിപ്പിടിക്കുന്നവരും ആയിരിക്കണം. അപ്രകാരം നല്ലൊരു ലോ കോളേജായി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഭരണഘടന വിവക്ഷിക്കുന്ന ഈ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇവിടെ അഭിഭാഷകരുണ്ട്. അഭിഭാഷകർ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവർ ധാരാളമുള്ളതാണ്. ഫാലിയസ് നെരിമാൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ അഭിഭാഷകൻ, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ, മഹാരഥനാണ്, നിയമവിശാരദനാണ്. എല്ലാവരും അതുപോലെയല്ല. ഫാലിയസ് നെരിമാൻ ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന്റെ എതിർഭാഗത്തൊരു സാധാരണക്കാരന് യാതൊരു സ്ഥാനവും മാനവും അതുപോലെ ഇല്ലാത്ത, ആ നിലവാരമില്ലാത്ത ഒരാൾ ഹാജരായാൽ പോരാ. ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പാവപ്പെട്ട സ്ത്രീകൾക്കും പട്ടിക വിഭാഗങ്ങൾക്കും അതുപോലെ നിർധനർക്കുമൊക്കെ സൗജന്യമായി നിയമസഹായം നൽകുന്നുണ്ട്. നാനാവിധത്തിൽ ലീഗൽ സർവീസ് ഒട്ടേറെ പ്രയോജനങ്ങളുമുണ്ട്. പക്ഷേ കോടതിയിൽ കേസ് വരുമ്പോൾ ഏറ്റുമുട്ടുന്ന അഭിഭാഷകർ തമ്മിൽ വലിയ അന്തരമുണ്ടാവാൻ പാടില്ല. ആ അന്തരം ഇല്ലാതാക്കാൻ സർക്കാരിന്റെ ചെലവിൽ പണം കൊടുത്തിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്നോ കേന്ദ്ര ഖജനാവിൽ നിന്നോ മറ്റേതെങ്കിലും പൊതുഖജനാവിൽ നിന്നോ വേണ്ടത്ര പണം കൊടുത്ത് നിലവാരമുള്ളയാളെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഹാജരാക്കുവാൻ ഇന്നും കഴിവില്ല നമ്മുടെ രാജ്യത്തിന്. അതുകൊണ്ട് പ്രഗത്ഭരായ അഭിഭാഷകര്, ഇന്ന് ആയിരക്കണക്കിന് അഭിഭാഷകരുണ്ട്, പ്രഗത്ഭരായവരുണ്ട്. അവർ തങ്ങളുടെ സമയത്തിന്റെ പ്രാഗൽഭ്യത്തിന്റെ ഒരു പങ്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ പാവങ്ങൾക്ക് കൂടി ചെലവഴിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഈ സ്ഥാപനം മർക്കസ് ലോ കോളേജ് അങ്ങേയറ്റം മിടുക്കന്മാരായ നിയമജ്ഞന്മാരെ ഉൽപ്പാദിപ്പിക്കുന്ന, നിയമജ്ഞന്മാരെ ഉണ്ടാക്കുന്ന, പുറത്തുവിടുന്ന ഒരു മഹാസ്ഥാപനമായി വളരണം. നിയമം നിർമ്മാതാക്കൾ, രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ നിയമ നിർമ്മാതാക്കളെ ഉണ്ടാക്കുന്ന നിയമസ്ഥാപനമായി മാറണം. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും നിയമവിജ്ഞാനത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട്, നിയമജ്ഞാനത്തോട് കൂടിയിട്ട് ശരിയായ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ കഴിവുള്ളവരാക്കുന്ന അത്തരക്കാരെ പുറത്തുവിടുന്ന വലിയ സ്ഥാപനമായി ഇത് വളരണം. LLB മാത്രമല്ല, LLM ഉണ്ടാവണം, ഡോക്ടറേറ്റ് ഉണ്ടാവണം. എന്തെല്ലാം തരത്തിൽ ലോകത്തിൽ നാനാവിധത്തിലുള്ള ഉയർച്ചയിലുള്ള ഈ ലോ കോളേജുകൾ, നിയമ പാഠശാലകൾ, നിയമകലാപീഠങ്ങൾ എത്രയെത്ര വളർന്നിട്ടുണ്ടോ അതുപോലെ വളർന്ന് പന്തലിച്ച് ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു സ്ഥാപനമായി ഇത് വളരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ച എന്റെ പ്രിയ സ്നേഹിതൻ, ഇതിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ PS ഗോപിക്ക് വിശേഷിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. Thank you very much for your inspiring and educative words. Now, I would like to call upon our very own Member of Parliament, Sri M.K. Raghavan, to offer felicitation. Sir, please. ഈ ചടങ്ങിലെ മുഖ്യാതിഥി സംപൂജ്യനായ ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ കാന്തപുരം ഉസ്താദിൻ്റെ തലപ്പാവിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തുന്ന ധന്യമായ നിമിഷത്തിന് ഞാനും നിങ്ങളും സാക്ഷ്യം വച്ചിരിക്കുകയാണ്. മർക്കസ് ലോ കോളേജിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്ന ചടങ്ങാണ്. തീർച്ചയായും ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ ആദരണീയനായ സംപൂജ്യനായ ജഡ്ജി ചൂണ്ടിക്കാണിച്ച പോലെ
ഇതൊരു പ്രശസ്തമായിട്ടുള്ള നിയമ കലാശാലയായി, നിയമപാഠശാലയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മർക്കസ് എന്ന ഈ മഹാസ്ഥാപനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൂടുതലായി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ഈ മർക്കസ് സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഈ മർക്കസായി മാറിയിട്ടുണ്ടെങ്കിൽ ശ്രീ കാന്തപുരം ഉസ്താദ് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 10,000-കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം, 10,000-കണക്കിന് അധ്യാപകർക്ക് ജീവിതമാർഗം ഒരുക്കിക്കൊടുക്കുന്ന സ്ഥാപനം, എല്ലാ അർത്ഥത്തിലും പാവങ്ങൾക്കും സാധുക്കൾക്കും അവരുടെ കുട്ടികൾക്കും അഭയം നൽകുന്ന സ്ഥാപനം. ഞാൻ പറയുന്നത്, ഈ ഒരു സ്ഥാപനം ഇങ്ങനെ വളർത്തിയെടുക്കാൻ അദ്ദേഹം നടത്തുന്ന യാത്രകൾ. ഞാൻ ഈ അടുത്ത ദിവസം റിയാദിൽ പോയിരുന്നു. ഞാൻ റിയാദിൽ പോയപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് താമസിക്കുന്ന ഹോട്ടൽ രാവിലെ ചെന്ന് കണ്ടു. അന്ന് ഉസ്താദ് അവിടെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിരിക്കുകയാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും യാത്ര നടത്തി ഈ സ്ഥാപനത്തെ പടുത്തുയർത്താൻ നടത്തുന്ന അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെയാണ് ഇവിടെ നാം കാണേണ്ടത്. ധാർമ്മികതയിൽ ഊന്നിയിട്ടുള്ള പ്രവൃത്തിക്ക് മാത്രമേ ശാശ്വതമായ സ്ഥാനമുള്ളൂ. ആ ധാർമ്മികതയിൽ ഊന്നിയ പ്രവർത്തനമാണ് ഇവിടെ ഉസ്താദ് നടത്തുന്നത്. തീർച്ചയായും ധാർമ്മികത എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു പ്രവൃത്തി മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും ഏതൊക്കെ പ്രവൃത്തി, ഏതൊക്കെ കർമ്മം, ഈ കർമ്മങ്ങളെല്ലാം തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ധാർമ്മികത പ്രധാനപ്പെട്ട ഘടകമാണ്. ധാർമ്മികത ഇല്ലാത്ത ഒരു പ്രവൃത്തിയും ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കില്ല. തർക്കം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉസ്താദ് തുടങ്ങി വെക്കുന്ന എല്ലാ പ്രവൃത്തിയും ധാർമ്മികതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ലോ കോളേജ് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ ലോ കോളേജ് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. Thank you, sir. Thank you very much indeed. May I request another Member of Parliament from Lakshadweep, Janab P.P. Muhammad Faisal, to speak a few words. Sir, please. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനും ബഹുമാന്യനുമായ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ, എനിക്ക് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. മർക്കസിന് ഞാൻ ഒരു പുതിയ ആളല്ല. ഒരുപാട് തവണ ഒരുപാട് പരിപാടികളിൽ ഒരു സാധാരണ വ്യക്തിയായി പങ്കെടുത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇന്ന് ഒരു മെമ്പർ ഓഫ് പാർലമെന്റായി ആദ്യമായി ഔപചാരികമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന അരികിന് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളെയും ഉസ്താദിനെയും അങ്ങേയറ്റം ഞാൻ ഓർക്കുന്നു. മർക്കസിന്റെ ഒരു ഖാദിമായി എന്നും ഉസ്താദിനോടൊപ്പം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഇവിടെ അവസരമില്ല. നമ്മുടെ ചീഫ് ഗസ്റ്റ് അദ്ദേഹം വളരെ അർത്ഥഗർഭത്തോടുകൂടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ വ്യക്തമായി നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഏറ്റവും കഴിവുള്ളതും ഈ സമൂഹത്തിന് ആവശ്യമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഒരു സമൂഹം പ്രതീക്ഷയോടെ കാണുന്ന ആ നിയമമേഖലയിലേക്ക് ഏറ്റവും നല്ല ബാരിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അഭിഭാഷകന്മാരായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കൂടുതലായി പറയുകയാണെങ്കിൽ ഉസ്താദിന്റെ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും പരന്നു കിടക്കുകയാണ്. അത് എൻ്റെ ഈ ചെറിയ തുരുത്തിലും ലക്ഷദ്വീപിലും ഉസ്താദിന്റെ
കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, എൻ്റെ 2 കുട്ടികളടക്കം അവിടുത്തെ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം LKG UKG സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ്താദിന്റെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കുള്ള ധനസഹായങ്ങളും ഇന്ന് ലക്ഷദ്വീപിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. എന്നിരുന്നാലും എൻ്റെ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് വളരെ ധൈര്യത്തോടും അഭിമാനത്തോടും പറയാം, എൻ്റെ റോൾ മോഡൽ കാന്തപുരം ഉസ്താദാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ വേറെ മറ്റ് പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പ്രസംഗത്തിലൂടെ കാര്യങ്ങൾ ഞാൻ ഇന്നത് ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് പ്രവൃത്തിയിലൂടെ കാഴ്ചവെച്ചു തന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്കൊരു സന്ദേശമാണ്. ജീവിതത്തിൽ ഒരു നിമിഷം പോലും സ്വന്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, മറിച്ച് തന്റെ സമൂഹത്തിനും നാട്ടിനും വേണ്ടി തന്റെ സ്വയം ജീവിതം ഒഴിഞ്ഞു വച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് നമുക്ക് മുമ്പിൽ അദ്ദേഹം കാണിച്ചു തന്നത്. അതിനെ പിന്തുടർന്നുകൊണ്ട് നാം എല്ലാവരും ആത്മാർത്ഥമായി ഈ നാടിന്റെയും വിശിഷ്യ മർക്കസിന്റെയും വികസനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. Many thanks indeed. Next, I would like to call upon Advocate Veeran Kutti, the Chairman, Kerala State Minority Commission, to address the gathering. So please. Assalamu alaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. വളരെ അധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സമുദായത്തിന് അഭിമാനം പകരുന്ന അസുലഭമായ ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ ഈ സമയത്തെ കാണുന്നത്. ഉസ്താദിൻ്റെ സുധീരമായ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും ന്യൂനപക്ഷ കമ്മീഷൻ്റെയും എൻ്റെയും എല്ലാവിധ സഹായവും പിന്തുണയും ഉണ്ടാകുമെന്നും എല്ലാ നല്ല കാര്യത്തിലും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. Thank you very much. Now, I would like to call upon Janab P.T. Ibrahim, the Honorable Member of Legislative Assembly, Kerala, to extend his wishes. Sir, please. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ ജസ്റ്റിസ്, പ്രിയപ്പെട്ട ഉസ്താദ്, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു നിമിഷമാണ് ഇത്. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടി ഈ സന്ദർഭത്തിൽ തുന്നിച്ചേർക്കുകയാണ്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല അഭിഭാഷകർ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയാലും ആ കുത്തേൽക്കാത്ത പരുവത്തിൽ ഇപ്പോൾ മർക്കസ് ആയിരിക്കുന്നു എന്ന് നമുക്ക് ആശിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Really many thanks, sir. Next, it's my honor to call upon Janab SSA Qadir Haji, Bangalore, the Executive Member Jamia Marcus, Chairman Kaiga Group, Bangalore, to address the gathering. Sir, please. Assalamu alaikum. It was indeed a hailstorm coming from the justice. I never expected that a High Court judge would be so emboldened to speak about the past, inspiring all of us as to what we should be doing and what we should not be doing. In fact, he mentioned that the entire leadership of the nation and for its independence came from the law students from different parts of the country. And he exhorted us that this law college, being started by us, should also be a model institution in this country. I assure you, sir, on behalf of the Knowledge City
and on behalf of Marcus that our law college will be one of the kind of dreams which you are having, and we will be able to mix social justice with the legal justice, and our ambassadors with the knowledge of Islamic law and the Indian law will span out to different parts of the country and will be giving the kind of service which you have envisaged. To Marcus and its students, social service is nothing new. Free social service is nothing new. And you combine a law degree with that, either in a legal court or outside. Our boys and girls will definitely do what you are suggesting us to do. Our law college will have the right kind of infrastructure, will have the right kind of the library, will have the best of the faculty, and will be one of the best amongst the national law colleges in India. I hope Allah Jalla Shanu Ta'ala will help us in doing this, and we have the visionary, the missionary with us, Janab A.P. Abubakar Musliar. And with his guidance, support and control, we are quite certain that this law college will be entirely different from the rest, and we will be called models in the society. Thank you. Assalamu alaikum. Thank you very much, sir. Many thanks indeed. Now, I request Sri Ashokan MP, the President, Kundamangalam Grama Panchayat. Sir, please. ആരാധ്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ, ചീഫ് ഗസ്റ്റ്, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, അധ്യാപക, മീഡിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ. കാരണം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ മർക്കസിന്റെ താൽക്കാലികമായെങ്കിലും ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ സാധിച്ചത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മഹൽ സ്ഥാപനങ്ങളായ IIM, CWRDM, മാത്തമാറ്റിക്സ് ഉൾപ്പെടെ വളരെ നല്ല വളക്കൂറുള്ള ഒരു മണ്ണാണ് നമ്മുടെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലുള്ളത്. നമ്മുടെ AP ഉസ്താദിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റാത്ത അത്രത്തോളം സാമൂഹിക കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സത്യസായി ബാവ മറ്റൊരു ഭാഗത്ത് ഞാൻ അദ്ദേഹത്തിനെ പോലെ കാണുന്ന ഒരു വ്യക്തി. കാരണം അവിടെ LP സ്കൂൾ മുതൽ അല്ലെങ്കിൽ അത്രയും വലിയ സ്ഥാപനങ്ങളിൽ വൈസ് ചാൻസലർ ആയിക്കൊണ്ട് സ്വാമി അവിടെ വന്നെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ലോകത്താകമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ AP ഉസ്താദ്, അദ്ദേഹത്തെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതേപോലെ ഈ ലോ കോളേജ് ഈ വലിയ രീതിയിലുള്ള ഒരു മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഒക്കെ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിലുള്ള വക്കീൽമാരെ പഠിപ്പിച്ച് വലിയ ഉന്നതിയിലെത്തുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you very much, sir. Thank you very much indeed. May I request Advocate T.H. Abdul Aziz, the Chairman, Bar Council, Kerala. Sir, please. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനാബ് A.P. അബൂബക്കർ മുസ്ലിയാർ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിയമം എന്ന വിഷയം ഇസ്ലാമിനെ സംബന്ധിച്ചോളം അന്യമല്ല. 1445 കൊല്ലം മുമ്പ് ജനിച്ച ലോക വിപ്ലവകാരി അഥവാ ഇന്ന് ലോകം വിലയിരുത്തുന്ന 100 വിശിഷ്ട വ്യക്തികളിൽ ഒന്നാമനായ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമം എന്താണെന്ന് കാണിച്ചു കൊടുത്തിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഇന്ന് അഭിഭാഷകർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എതിർ കൈവശ നിയമം, അഡ്വൈസ് പൊസിഷൻ, ഇത് ആദ്യമായി ലോകത്ത് കാണിച്ചു കൊടുത്തത്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. 23 കൊല്ലം മദീനയിൽ താമസിച്ചു. തിരിച്ചു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും അവിടെ ഇട്ടേച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ അവിടെ അവരുടെ വസ്തുക്കളിൽ തോട്ടങ്ങളും വളരെ അഭിവൃദ്ധിയുമായി കാണപ്പെട്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, നമുക്ക് ആ സ്വത്ത് വേണ്ടേ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞത്, ഇല്ല, അത് അവരധ്വാനത്തിന്റെ ബലമാണ്, അത് അവർക്ക് ഉടമപ്പെട്ടതാണ്. ഇവിടെ 12 കൊല്ലം മറ്റൊരാളുടെ വസ്തു ഞാൻ കൈവശം വെച്ച് പരസ്യമായി ആരോടും ആക്ഷേപം കൂടാതെ കൈവശം വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായി അല്ലെങ്കിൽ തുടർച്ചയായി കൈവശം വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ അവകാശം നഷ്ടപ്പെട്ട് കൈവശം വെച്ച ആൾക്ക് അവകാശം കിട്ടുമെന്നുള്ള ആ നിയമമാണ്. ഇത് ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ ഉറവിടങ്ങൾ തേടി ചെല്ലുമ്പോൾ ഇസ്ലാമികമായ പല കാര്യങ്ങളും ഇസ്ലാമിക നിയമത്തിൽ പലതും കാണാൻ കഴിയും. അതുപോലെ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, ഇതിന്റെ പ്രഖ്യാപനമാണ് 1382 കൊല്ലം മുമ്പ് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവസാനമായി. അത് എഴുതപ്പെട്ടതല്ല, അതാണ് അതിന്റെ പ്രത്യേകത. ബ്രിട്ടനിലെ ഭരണഘടന എഴുതപ്പെട്ടതല്ല. അതുപോലെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കണ്ണോടിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു അത്. നാം ഇന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു. കൂടുതൽ അടിമകളുള്ള ഒരു സ്റ്റാറ്റസ് ആയിരുന്നു. ആ അടിമകൾക്ക് മോചനം കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് റസൂലാണ്. അമേരിക്കയ്ക്ക് അത് പറയാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വന്നു, നിയമം കൊണ്ടുവരേണ്ടി വന്നു. ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന് പ്രായശ്ചിത്തമാകുന്നതിന് ഒരടിമയെ മോചിപ്പിക്കണമെന്ന് പോലും റസൂൽ കാണിച്ചു കൊടുത്തു. പിന്നെ ഏറ്റവും ആദ്യം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന റസൂലിന്റെ കാലത്താണ് ഉണ്ടായത്. റസൂൽ മദീനയിൽ ചെന്ന് സെറ്റ് ചെയ്ത് ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം മദീന സിറ്റിക്ക് ഒരു ഭരണം എടുക്കുകയാണ്. റസൂലിന് ഭരണാധികാരി അവരോധിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ഭരണഘടന എഴുതി. ഒരൊറ്റ പാരഗ്രാഫേ ഉള്ളൂ, അദ്ദേഹത്തിന് ചരിത്രം വായിച്ചാൽ അറിയാം. ആ ഭരണഘടന എഴുതിയത്, അന്ന് അവിടെ ഉണ്ടായിരുന്നത് ജൂതന്മാര്, മുസ്ലിമീങ്ങള്, അറബികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കാത്തവരെയും അറബികൾ എന്ന് പറയും. അവരോടുകൂടി എഴുതിയത്, എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ അർപ്പിക്കുന്നതിനും ആരാധനയ്ക്കുമുള്ള തുല്യ അവകാശമാണ് കൊടുത്തത്. കൂടാതെ അവർക്ക് ആ രാഷ്ട്രം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ചുമതല എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം, അതിന് ഒരു ഭംഗവും വരാൻ പാടില്ല. ഇതായിരുന്നു എഴുതപ്പെട്ട സ്വാതന്ത്ര്യം. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആധുനിക സമൂഹം ഇതൊക്കെ കോപ്പിയടിച്ച് ഭരണഘടന ഉണ്ടാക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ്, കൂടാതെ എൻവയൺമെന്റ്. നമ്മുടെ സിനിമാ നടന്മാരൊക്കെ ഒരു ചെടിയിടുമ്പോഴത്തേനും കുറെ ആൾക്കാർ കൂടുതൽ ചെടിയിടണം. റസൂൽ പറഞ്ഞത്, നിങ്ങളൊരു ചെടി വെച്ചാൽ നിങ്ങളൊരു പുണ്യമാണ് ചെയ്തതെന്നാണ്. അതുപോലെ നമ്മുടെ വെള്ളം, വെളിച്ചം, ഇതിനെല്ലാം തുല്യാവകാശമാണെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തത്. ഇതിനെല്ലാത്തിനും അതുപോലെ നീതിന്യായത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് പ്രവാചകനാണ്. സമയമില്ല എങ്കിൽ ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു അറബി ഒരു കളവ് നടത്തി, ഒരു പോർച്ചട്ട കളവ് നടത്തിക്കൊണ്ട് അയാൾ ഒളിപ്പിച്ചത് ഒരു സ്നേഹിതനായ ജൂതന്റെ വീട്ടിലായിരുന്നു. ജൂതനെയാണ് കള്ളനായി അവരോധിക്കപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ അറബികൾ സ്വാധീനം ചെലുത്താൻ നോക്കി റസൂലിനെ. അയാളെ രക്ഷിക്കണം, ഇയാളല്ല കള്ളനെന്ന്, കട്ട അറബിയെ രക്ഷിക്കണം എന്നുള്ള പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്വാധീനം ഏശിയില്ല. ശിക്ഷിക്കപ്പെട്ടത് ആ കള്ളനെ തന്നെയായിരുന്നു. ജൂതൻ നിരപരാധിയാണെന്ന് കാണപ്പെട്ടു. ആ തരുണത്തിൽ തന്നെ ഒരു ആയത്തിറങ്ങി, ഖുർആനിലൊരു ആയത്തിറങ്ങി, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ സ്വാധീനങ്ങളോ അല്ല എന്നാണ്. അങ്ങനെ നീതിന്യായത്തിലാവട്ടെ മറ്റ് നിയമങ്ങളിലാവട്ടെ എല്ലാ കാര്യത്തിലും ഒരു സംക്ഷിപ്തമായ നിയമം ഉണ്ടായിരുന്നു. ഈ ലോ കോളേജ് തുടങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിക്കുമ്പോൾ 2 ലോ കോളേജാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്, എറണാകുളത്തും തിരുവനന്തപുരത്തും. ഇപ്പം 20ഓളം ലോ കോളേജുകൾ വന്നു. ഞങ്ങൾ കൂടി ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങി, ബാർ കൗൺസിലാണ് തുടങ്ങി എറണാകുളത്ത്, നാഷണൽ ന്യൂവാൾസ്. ഇത് പെട്ടിക്കട പോലെ ലോ കോളേജുകൾ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടായില്ല. ചരിത്രം സത്യസന്ധമായി പഠിപ്പിക്കുക, അതോടൊപ്പം നിയമം എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ മുൻനിരയിലിരിക്കുന്ന കുറച്ച് പ്രായമായവർക്കോ കാണാൻ കഴിയാത്ത ഒരു സംഗതി എന്റെ പിൻനിരയിലുള്ള ചെറിയ കുട്ടികൾക്ക്
പോകുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയും. ഇന്ന് മനുഷ്യത്വത്തെ ചവിട്ടി മെതിക്കുന്ന, മനുഷ്യാവകാശങ്ങളെ ചവിട്ടി മെതിക്കുന്ന അമേരിക്ക, ആ രാജ്യം തുലയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. ചൂഷണം തന്നെയാണ് അവരുടേത്. എത്ര നിരപരാധികളെയാണ് കൊന്നൊടുക്കുന്നത്, എത്ര നിരപരാധികളെയാണ് അവർക്ക് വേണ്ടി അവർ പിണിയാളുകളാക്കുന്നത്. യുദ്ധമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. യുദ്ധം ആവശ്യമില്ലെങ്കിലും യുദ്ധം അഴിച്ചുവിടുന്ന ആ പ്രവണതയ്ക്കെതിരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങളൊക്കെ അപ്പോഴേക്കും മരിച്ചുപോയേക്കും. കാരണം ആ രാജ്യത്തതാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയെ വെട്ടിമുറിച്ച് രണ്ടാക്കിയ ബ്രിട്ടനിൽ പോലും അസ്വസ്ഥ തുടങ്ങി. ഈയിടെ സ്കോട്ട്ലൻഡ് അവിടെ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി. തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ആരെയൊക്കെ ഉപദ്രവിക്കാൻ നിന്നോ അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാകും. എനിക്ക് പറയാനുള്ളത്, വളരെ കഷ്ടപ്പെടാൻ തയ്യാറുള്ള കുട്ടികളാണ് ഇവിടെ ഉണ്ടാവുക. അവർ പഠിക്കണം. പഠിച്ചുകൊണ്ട് എക്സലന്റ് ഒരു കോളേജ് എന്നുള്ള ഒരു പരിവേഷം അല്ലെങ്കിൽ ഒരു സിദ്ധി ഈ കോളേജിന് ഉണ്ടാവണം. അല്ലെങ്കിൽ പണ്ട് എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ലോ ഗ്രാജുവേഷൻ ആവണമെങ്കിൽ ഒന്നുമില്ല അലീഗറിൽ പോകണം, അല്ലെങ്കിൽ മദ്രാസിൽ പോകണം, അല്ലെങ്കിൽ ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂർ പോകണം. അതൊക്കെ ഇന്ന് മാറി. മാത്രമല്ല പല ലോ കോളേജുകളിൽ നിന്നും പഠിച്ചു വരുന്നവർക്ക് എൻറോൾമെന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ നിരാകരിക്കാറുണ്ട്. കാരണം വ്യാജമായ ഡിഗ്രി ആയിട്ട് പല ലോ കോളേജിലും പെട്ടിക്കടവല്ല തുടങ്ങിയിട്ട് അംഗീകാരം ഉണ്ടായിട്ടുണ്ടാവില്ല. ലോ കോളേജ് തുടങ്ങിയതുണ്ടായില്ല. ഇതിന്റെ ഫംഗ്ഷനിങ് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ബാർ കൗൺസിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ നടത്തും. നല്ല സുസജ്ജമായ ഒരു ലൈബ്രറി നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ലോ കോളേജ് ഇവിടെ വളരെ വിജയിക്കട്ടെ എന്നും ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള ഈ സുശക്തമായ അശ്വമേധം അതിനെ പിടിച്ചു കിട്ടാൻ ആർക്കും സാധ്യമല്ല. അതിന്റെ ഒരു ഭാഗമാണ് ഇതിന്റെയും തുടക്കമെന്നും ഇതിന് എല്ലാവിധ വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Thank you, sir. That was indeed an inspiring words. Next, I would like to call upon Advocate Ashok Kumar, the President of Calicut Bar Association, to speak some words in 2 minutes. So please. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇന്നത്തെ മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫ്, വേദിയിലെയും സദസ്സിലെയും ആദരണീയരെ സഹോദരി സഹോദരന്മാരെ, മർക്കസിന്റെ ലോ കോളേജ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അഭിഭാഷക വൃത്തിയുടെ ഔന്നത്യത്തെപ്പറ്റിയും അതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ അധ്യക്ഷനും ഉദ്ഘാടകനും മറ്റു പ്രാസംഗികരൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഘനഗംഭീരമായ പ്രസംഗത്തിലൂടെ നമ്മുടെ മുഖ്യാതിഥി ജസ്റ്റിസ് പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ജുഡീഷ്യറിയിലാണ്, ജുഡീഷ്യറിയുടെ ശക്തി അതിന്റെ പരിപാലിപ്പിക്കുന്ന അഭിഭാഷകരിലാണ്. അങ്ങനെ ആ അഭിഭാഷക വൃത്തിയെ പരിപോഷിപ്പിക്കാനും ശക്തമാക്കുവാനും ഈ സ്ഥാപനത്തിന് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മർക്കസിന്റെ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. മർക്കസിന്റെ പ്രയാണത്തിന്, മർക്കസിന്റെ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. Thanks, sir. Next, I'd like to call upon Advocate Siraj Karuvalli, lawyer, High Court of Kerala, to speak some words. So please. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ്, ഞങ്ങളുടെ ബഹുമാന്യനായ ജഡ്ജ് അവർകൾ, സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും. കാന്തപുരം ഉസ്താദ് ഇന്ത്യ ചരിത്രത്തിന്റെ അല്ല, ലോക ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഈ സുദിനത്തില് ഞാൻ എറണാകുളത്ത് നിന്ന് ഈ ചരിത്ര നിമിഷം സാക്ഷ്യം വഹിക്കാൻ വളരെ പ്രയാസപ്പെട്ടെത്തിയതാണ്. എന്റെ പിതാവ് ഒരു മൗലവിയായിരുന്നു, മുസ്ലിയാരായിരുന്നു, വെങ്ങോല കാരുവള്ളി ഹൈദ്രോസ് മുസ്ലിയാര്. നിങ്ങൾ എന്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പിതാവ് പള്ളിയില് ഖത്തീബും മദ്രസയിൽ മുഅല്ലിമുമായിരിക്കെ കൃത്യനിർവഹണത്തിനിടയ്ക്ക് മദ്രസ ഹാളിൽ തന്നെ മരിച്ചു വീഴാൻ, അസർ നമസ്കാരത്തിന് ശേഷം മരിച്ചു വീഴാൻ ഭാഗ്യമുണ്ടായ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ മകനാണ്. അതിൽ ഞാൻ ചാരിതാർത്ഥ്യം കൊള്ളുന്നു. ആ ബന്ധം കൂടി ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും എനിക്കുണ്ട്. ആ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. മൂല്യബോധത്തോടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കലാണ് ജീവിത വിജയം എന്ന തിരിച്ചറിവ് ഉസ്താദിനുണ്ടായി. ഇൽമ്, വിജ്ഞാനം എന്ന് പറയുന്നത് നിയമവിജ്ഞാനം കൂടി ഉൾപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് മൂലം കാന്തപുരം ഉസ്താദ് വക്കം മൗലവിയുടെയും അതുപോലുള്ള നമ്മുടെ രാജ്യത്തിന്റെ നവോത്ഥാന നായകന്മാരുടെയും ശ്രേണിയിലേക്ക് കാന്തപുരം ഉസ്താദ് എത്തിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും
ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി, അദ്ദേഹത്തിന്റെ ദീർഘായുസ്സനും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. വക്കീലന്മാർക്ക് സമൂഹത്തിലുള്ള റോളിനെ കുറിച്ച് നമ്മുടെ ബഹുമാനനായ ജഡ്ജി വളരെയധികം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ സമൂഹത്തിന്, വിശിഷ്യ മുസ്ലിം സമുദായത്തിന് അവകാശഹാനി സംഭവിക്കാതിരിക്കാൻ കാവൽ ഭടന്മാരെ നിർമ്മിക്കുന്ന ഒരു ഉന്നത കലാലയമായി ഈ മർക്കസ് ലോ കോളേജ് വളരട്ടെ എന്നും ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനം നിലനിൽക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. അസ്സലാമു അലൈക്കും. Thank you very much, sir. May I request the Honorable Principal of Marcus Law College, Professor P.S. Godi, sir, to propose vote of thanks. So please. ബഹുമാന്യനായ അധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവരുടെ, ഉദ്ഘാടകനായ എൻ്റെ സ്നേഹിതനും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റുമായ മിസ്റ്റർ ബാബു മാത്യു പി ജോസഫ് അവരുടെ, ഗുരുതുല്യനായ കാന്തപുരം എ പി അബൂബക്കർ അവരുടെ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, പിന്നെ ഇവിടെ കൂടിയ മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ കർത്തവ്യം നിങ്ങളോട് ഈ പരിപാടി വിജയിപ്പിച്ചതിൽ നന്ദി പറയാനുള്ളതാണ്. അതിനു മുമ്പ് മർക്കസിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് നിങ്ങളോട് 2 വാക്ക് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ മർക്കസിൽ പ്രിൻസിപ്പാളായി വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് മർക്കസ് എന്ന സ്ഥാപനം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ് എന്നെ സെലക്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് തന്നെ. പക്ഷെ എന്നെ അവർ വിളിച്ചു. പിന്നെ എനിക്ക് തോന്നി കുറച്ചാൾ നിൽക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാമെന്നുള്ളതാണ് എൻ്റെ ധാരണ ഉണ്ടായത്. പക്ഷെ ഈ മാനേജ്മെന്റിന്റെ, മർക്കസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആ മാനേജ്മെന്റ് എന്നോട് കാണിക്കുന്ന സ്നേഹവും വിശ്വാസവും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇവിടെ സേവിക്കണം. അങ്ങനെയാണ് ഈ പരിപാടിക്ക് എൻ്റെ കൂട്ടുകാരനെ വിളിക്കാനും അതെല്ലാ ഉത്തരവാദിത്തങ്ങളും അവരെനിക്കാ നന്ദിയത്. അപ്പോൾ എങ്ങനെ നന്ദി പറയണം, ഈ മഹാസ്ഥാപനത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഈ പ്രസ്ഥാനത്തിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യന്റെ നന്മ, സമൂഹത്തിന്റെ ഉന്നതി ആണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നിയാണ്. ആ ലക്ഷ്യത്തിൽ ഒരു പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അതുകൂടാണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്ക് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും അതിനുള്ള ദൈവം എനിക്ക് കരുത്തും തരുന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ വന്ന് ഈ പരിപാടി നന്നായി വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലും മർക്കസ് ലോ കോളേജിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. Next, may I request the Marcus Kashmiri students for a patriotic song. उठो हिंद के वीर सभी तुम माँ ने तुम्हें पुकारा है, खालिस्तान क्यों मांग रहे हो, हिंदुस्तान तुम्हारा है। आपस में क्यों लड़ रहे हो, हिंदुस्तान तुम्हारा है। आवाज दो हम एक है, आवाज दो हम एक है। हिंदू मुस्लिम सिख ईसाई हम है भाई भाई, हिंदू मुस्लिम सिख ईसाई हम है भाई भाई। प्रेम
प्रेम पक्ष में बंद रहे तो होगी नहीं लड़ाई। एक ही मंदिर एक ही गिरजा, एक ही मंदिर एक ही गिरजा, अलग नहीं गुरुद्वारा। उठो हिंद के वीर सभी तुम, माने तुम्हें पुकारा है। खलिस्तान क्यों मांग रहे हो, हिंदुस्तान तुम्हारा है। आपस में क्यों लड़ रहे हो, हिंदुस्तान तुम्हारा है। आवाज दो हम एक है, आवाज दो हम एक है। हम कश्मीरी, हम मलयाली, गुजराती, मद्रासी। हम कश्मीरी, हम मलयाली, गुजराती, मद्रासी। प्रेम पक्ष में बंद रहे तो होगी नहीं लड़ाई। एक ही मंदिर एक ही गिरजा, अलग नहीं गुरुद्वारा। उठो हिंद के वीर सभी तुम, माने तुम्हें पुकारा है। खलिस्तान क्यों मांग रहे हो, हिंदुस्तान तुम्हारा है। आपस में क्यों लड़ रहे हो, हिंदुस्तान तुम्हारा है। आवाज दो हम एक है, आवाज दो हम एक है। जय हिंद। Finally, on behalf of Marcus, I offer all of you many thanks from the depth of my heart. May Allah subhanahu wa ta'ala help us to conquer more and more heights. Thank you very much again. Allah.